നമസ്കാരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസികൾ നിലപാട് കടുപ്പിക്കുന്നു. ഇഡി വീണ്ടും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. ഇതിനൊപ്പം ചില പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. കേസിൽ ഉടൻ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് സൂചന. അതിനു മുമ്പായി പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടിയുണ്ടാകും. രാഷ്ട്രീയ ബന്ധമുള്ളവരുടെ സ്വത്തുക്കളും ഇത്തവണ കണ്ടുകെട്ടൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതീവ രഹസ്യമായിട്ടാണ് നടപടികൾ. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ 2019 ഭേദഗതി പ്രകാരം വിചാരണ വേളയിൽ തന്നെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തട്ടിപ്പിനിരയായവർക്ക് നൽകാനാകും. രാഷ്ട്രീയക്കാരുടെ ബിനാമികൾ കരുവന്നൂരിൽ നിന്ന് വൻതോതിൽ വായ്പയെടുത്തതായി ആരോപണമുയർന്നിരുന്നു. തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ പണം തിരികെ നൽകാനുള്ള നടപടികൾ കോടതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് കണ്ടുകെട്ടൽ നീക്കം. കോടതിയിൽ സ്വത്ത് കണ്ടുകെട്ടാമെന്ന നിലപാട് കേന്ദ്ര ഏജൻസി വിശദീകരിച്ചിരുന്നു. 2 ഘട്ടങ്ങളിലായി ഇതുവരെ 87.75 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇഡി കണ്ടുകെട്ടിയത്. ബാങ്കിൽ നിന്ന് 4 കോടിക്ക് മുകളിൽ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയവരുടെ സ്വത്തുക്കൾ ഉൾപ്പെടെയാണ് കണ്ടുകെട്ടിയത്. ഇനി 4 കോടി രൂപയിൽ താഴെ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടുക. ആദ്യഘട്ടത്തിൽ താൽക്കാലികമായി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഇഡിയുടെ അഡ്ജുഡിക്കേഷൻ അതോറിറ്റി സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. തട്ടിപ്പിനിരയായവർക്ക് പണം നൽകണമെന്നാവശ്യപ്പെട്ട് കള്ളപ്പണ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുകെട്ടിയ സ്വത്തിന്റെ യഥാർത്ഥ ഉടമകളുടെ ഭാഗം കേൾക്കാനുള്ള നടപടി കോടതിയിൽ തുടങ്ങി. ഈ നടപടികൾ ഉടൻ പൂർത്തിയാകുമെന്നാണ് സൂചന. പണം തിരിച്ചു നൽകാൻ പ്രതികളുടെ ബിനാമി പേരിലുള്ളതടക്കം കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടികൾ വേഗത്തിലാക്കിയാണ് കേന്ദ്ര ഏജൻസി. കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച പ്രാഥമിക കുറ്റപത്രത്തിൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 54 പ്രതികളുണ്ട്. 16 കോടിയുടെ സ്വത്തുക്കളും നിക്ഷേപങ്ങളും ഇതുവരെ കണ്ടുകെട്ടി. ബിനാമി പേരിലും തട്ടിപ്പിലൂടെ നേടിയ വായ്പാ തുക ഉപയോഗിച്ചും പ്രതികൾ വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂസ്വത്തുകൾ മറിച്ചുവിറ്റതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവ ഉൾപ്പെടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടാനാണ് നീക്കം. ഇതിലൂടെ പരമാവധി നിക്ഷേപത്തുക തിരിച്ചു നൽകാനാണ് ശ്രമം. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് തുക തിരിച്ചു കിട്ടാൻ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചതിന് പിന്നാലെ ഇഡി നടപടികൾ വേഗത്തിലാക്കിയിരുന്നു. നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ എങ്ങനെ ഇടപെടാനാകുമെന്ന് താൻ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേസിൽ ഇഡി അസാധാരണ നടപടികൾ എടുക്കുമ്പോഴായിരുന്നു ഈ വിഷയം മോദി വീണ്ടും ഉയർത്തിയത്. ബാങ്കുമായി ബന്ധപ്പെട്ട് ഇഡി പിടിച്ചെടുത്ത 90 കോടി രൂപയുടെ സമ്പാദ്യം നിക്ഷേപകർക്ക് തിരികെ നൽകാനുള്ള നീക്കം നടത്താൻ ഇഡിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. CBIയും ഇഡിയും രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണത്തിൽ അടിസ്ഥാനമില്ല. അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അന്വേഷണ ഏജൻസികളെ അനുവദിക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിനോട് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അന്ന് പറഞ്ഞിരുന്നു. അതേസമയം കരുവന്നൂർ കേസിൽ CPM നേതാവും മുൻ മന്ത്രിയുമായ AC മൊയ്തീനെ രക്ഷിച്ചെടുക്കാൻ CPM നീക്കം നടത്തുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്രെ ആരോപിച്ചിരുന്നു. BJPക്ക് വോട്ട് മറിക്കാൻ CPM നേതൃത്വത്തിന്റെ ധാരണയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. 40 ലക്ഷം രൂപയുടെ കള്ളപ്പണം കണ്ടുകെട്ടിയിട്ടും കേസിൽ AC മൊയ്തീനെ പ്രതിയാക്കിയില്ല. തൃശൂരിൽ BJPയെ സഹായിക്കാൻ CPM ധാരണയിലെത്തിയെന്നും അനിൽ അക്രെ പറഞ്ഞിരുന്നു. കരുവന്നൂർ കള്ളപ്പണ കേസിൽ AC മൊയ്തീനെ രക്ഷിക്കാൻ സഹായിക്കാമെന്നതാണ് BJPയും CPMും തമ്മിലുള്ള ധാരണ. മൊയ്തീന്റെ നിക്ഷേപം കണ്ടുകെട്ടിയതിന്റെ രേഖയും അനിൽ അക്രെ പുറത്തുവിട്ടിരുന്നു. ഒരു ബൂത്തിൽ നിന്ന് 15 കേഡർ വോട്ടുകൾ CPM BJPക്ക് മറിക്കുമെന്നും അനിൽ അക്രെ ആരോപിച്ചിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായിരുന്നു തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത്. CPM ഭരിച്ചിരുന്ന ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ച് വെട്ടിലായവർ സാധാരണക്കാരായവർ മുതൽ ധനികർ വരെ ഉണ്ടായിരുന്നു. വാരിക്കോരി ലോൺ നൽകി പണം വകമാറ്റുകയും ചെയ്യുന്നത് പതിവാക്കിയതോടെയാണ് വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ കേന്ദ്രമായി ഈ ബാങ്ക് മാറിയത്.